സ്വാഗതം. ഒരു പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേമ പെൻഷൻ ഗുണഭോക്താവ് മറ്റൊരു പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് താമസം മാറുന്ന അവസരത്തിൽ പുതിയ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്നാണ് പെൻഷൻ വാങ്ങേണ്ടത്. പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് സംബന്ധിച്ച അപേക്ഷ ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് പെൻഷൻ ഗുണഭോക്താവ് നൽകേണ്ടത്. പുതിയ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ പെൻഷൻ അംഗീകരിക്കുന്നത് വരെ ഈ പെൻഷൻ ഗുണഭോക്താവിന് പഴയ പഞ്ചായത്തിൽ നിന്നും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നടപടികൾ എന്ന് പറയുന്നത്, ക്ഷേമ പെൻഷൻ ഗുണഭോക്താവ് ഏത് തദ്ദേശ ഭരണ സ്ഥാപനത്തിലേക്കാണ് താമസം മാറുന്നതെന്ന് കാണിച്ച് പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള അപേക്ഷ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകേണ്ടതാണ്. അപേക്ഷ ലഭിച്ച ശേഷം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ ഓൺലൈൻ മുഖേന ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലേക്ക് പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താവ് പുതുതായി താമസിക്കുന്ന വിലാസവും അനുബന്ധ രേഖകളും സഹിതം പുതിയ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് പെൻഷൻ അനുവദിക്കുന്നതിന് അപേക്ഷ നൽകേണ്ടതാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന അപേക്ഷയിന്മേൽ പുതുതായി താമസമാക്കുന്ന വീടിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും അന്വേഷണ റിപ്പോർട്ട് അംഗീകാരത്തിനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുന്നതുമാണ്. കമ്മിറ്റി അല്ലെങ്കിൽ കൗൺസിൽ തീരുമാനം രേഖപ്പെടുത്തി പെൻഷൻ വെബ്സൈറ്റിൽ വെരിഫിക്കേഷൻ നടത്തി അപേക്ഷകന്റെ വിവരങ്ങൾ ഡാറ്റ എൻട്രി നടത്തി സെക്രട്ടറി ഡിജിറ്റൽ സൈൻ ചെയ്യുന്ന മുറയ്ക്ക് ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതാണ്. പുതുതായി ക്ഷേമ പെൻഷൻ അപേക്ഷ സ്വീകരിക്കുന്നത് പോലെ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പെൻഷൻ ട്രാൻസ്ഫർ അപേക്ഷയിലും സ്വീകരിക്കുന്നതാണ്. പുതിയ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ക്ഷേമ പെൻഷൻ അംഗീകരിച്ച് നൽകുമ്പോൾ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് അപേക്ഷകന്റെ പുതിയ മേൽവിലാസം, വാർഡ് നമ്പർ, വീട്ടു നമ്പർ, വരുമാനം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നൽകേണ്ടതും അത് രേഖപ്പെടുത്തുന്നതുമാണ്.